ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്തു പറയും. കള്ളപ്രവാചകന്മാരെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഒരു മുന്നറിയിപ്പാണ്. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനം ശിഷ്യന്മാരോടും അല്ലെങ്കിൽ നമ്മളോടുമൊക്കെ കർത്താവ് പറയുന്ന ഒരു മുന്നറിയിപ്പാണ്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിടെ ആ കള്ളപ്രവാചകന്മാർ വലിയ പൊള്ളയായ വാഗ്ദാനം തരും. കർത്താവിൻ്റെ നാമത്തിലായി ചെയ്തതെന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കും. എന്നിട്ട് ഞങ്ങൾ പ്രവചിക്കും, ദൈവത്തിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തി ചെയ്യും എന്നെല്ലാം പറഞ്ഞ് കബളിപ്പിക്കുന്ന, സാധുക്കളായ വിശ്വാസികളെ കബളിപ്പിച്ച് ജീവിക്കുന്ന കുറേ കള്ളപ്രവാചകന്മാർ. അവർ വിധി ദിവസത്തിൽ അവിടെ ചെല്ലുമ്പോൾ, ആ സുഖരാജ്യത്തിൻ്റെ അനുഭവം കിട്ടാതെ പുറത്തേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ അവർ പറയും, ഞങ്ങൾ എന്താ കർത്താവേ ഞങ്ങൾ വെളിയിൽ പോകുന്നത്, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തി ചെയ്തു, ഞങ്ങൾ പ്രവചിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കിയെന്ന് പറയുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തുവെന്ന് പറയുമ്പോൾ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ അയച്ചിട്ടുമില്ല എന്ന് പറയുക. കർത്താവ് അറിയുന്നേ ഇല്ല. ഇത് ഇങ്ങനെ ഒരു ഇതുപോലുള്ള കള്ളപ്രവാചകന്മാർ ഭൂമിയിൽ ചെന്ന് ഇതുപോലെ ചെയ്യുന്നതൊന്നും കർത്താവ് അറിയുന്നേ ഇല്ല. ഇതൊരു മുന്നറിയിപ്പാണ്. അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരെ കർത്താവിന് മുന്നമേ അറിയാം ഇതുപോലെ നടക്കും, നമ്മളൊക്കെ സാധുക്കളായ ആൾക്കാർ അവരുടെ വലയിൽപ്പെടും, അവരാൽ കബളിക്കപ്പെടുമെന്ന് അറിയാം. അതൊരു മുന്നറിയിപ്പ് തരികയാണ് കർത്താവ് ഇവിടെ. നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ, ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല, ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ഒരു മുന്നറിയിപ്പ് തരുമായിരുന്നു. വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ, എങ്ങനെയും ഇവിടെ നാട്ടിൽ ജോലിയൊന്നുമില്ല നമുക്കറിയാം, അപ്പോൾ എങ്ങനെയും വിദേശത്ത് പോയി 5-10 രൂപ സമ്പാദിക്കാനായിട്ട് നമ്മൾ ഈ കേൾക്കുന്ന ഏജൻസിയുടെ അടുത്ത് പോകും. അത് ഒരു പക്ഷേ യഥാർത്ഥത്തിലുള്ള നല്ല ലൈസൻസുള്ള ഏജൻസിയൊന്നും ആയിരിക്കത്തില്ല, വ്യാജ ഏജൻസി ആയിരിക്കും. എവിടുന്നേലും മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന ഏജൻസി ആയിരിക്കും. അവർക്ക് വലിയ ബ്രാഞ്ചൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടും. അവരുടെ തന്നെ കുറേ ആൾക്കാർ ഈ ഇതിന് ചുറ്റും നിൽക്കും, ഈ ഏജൻസിയുടെ ചുറ്റും നിൽക്കും. എന്നിട്ട് പറയും, അയ്യോ അവിടെ പോയതാണ് എൻ്റെ മോള്, അവിടെ പോയി യൂറോപ്യൻ കൺട്രി പോയി അല്ലെങ്കിൽ ഗൾഫിൽ പോയി, നല്ല ജോലിയാണ്, ഇതിൽ ഈ ഏജൻസിയുടെ പോയാന്നൊക്കെ പറഞ്ഞ് അവർ പൈസ കൊടുത്ത് കുറേ ആൾക്കാരെ നിർത്തിക്കും. എന്നിട്ട് അവരുടെ ഒക്കെ കേട്ട് നമ്മളവിടെ പോകും. അവിടെ ചെന്നിട്ട് നമ്മുടെ പാസ്പോർട്ടും കൊടുക്കും, കുറേ അഡ്വാൻസായി കുറേ പണവും കൊടുത്തും. അപ്പോൾ എന്നിട്ട് പറയുന്നത് ഇത് വിസ വരാറായി, കുറേ പൈസ അവിടെ വേണമെന്ന് പറഞ്ഞ് കുറേ അങ്ങനെ ലക്ഷക്കണക്കിന് പൈസ അവരുടെ കയ്യിലാവുമ്പോൾ ഇങ്ങനെ കുറേയേറെ ആൾക്കാർ ഇതുപോലെ കബളിപ്പിക്കപ്പെടുമ്പോൾ അപ്പോഴായിരിക്കും അറിയുന്നത് ഇവനൊരു സുപ്രഭാതത്തിൽ മുങ്ങിയെന്ന്, ആ ഏജൻസിയുടെ ഉടമ മുങ്ങി. അല്ലെങ്കിൽ ഇവർ പോലീസിനാൽ പിടിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് കള്ള ഏജൻസിയായിരുന്നു, വ്യാജ ഏജൻസിയായിരുന്നു. മലയാളികൾക്ക് എത്ര അനുഭവം ഉണ്ടായാലും അവർ പഠിക്കത്തില്ല, അവർ പിന്നെയും ചെന്നിരിക്കും. ഇതേ അനുഭവമാണ് ആത്മീയ രംഗത്ത് നടക്കുന്നത്. ആത്മീയ രംഗത്ത് ഒരു മഴയ്ക്ക് മുളച്ചു വരുന്ന തകരെ പോലെയുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഒരു മഴയ്ക്ക് മുളച്ചു വരുന്ന കൂണുകളെ പോലുള്ള ധ്യാന കേന്ദ്രങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ളപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോവുകയാണ്. നമുക്ക് എന്നും യഥാർത്ഥത്തിൽ സഹനങ്ങളൊന്നും നമുക്ക് സഹനങ്ങളിലൂടെ കടക്കാൻ പറ്റില്ല. നമുക്ക് സഹനങ്ങൾ പാടില്ല, നമുക്ക് സുഖം മാത്രമേ വേണം എന്ന് പറഞ്ഞ് അപ്പോൾ സുഖം തേടി പോകുമ്പം നമ്മൾ സഹനങ്ങളെ തള്ളിമറിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ പോകും. അപ്പോൾ അവരുടെ തന്നെ ഇതുപോലെ ആ വ്യാജ ഏജൻസിയെ പോലെ അവരുടെ കുറേ ആൾക്കാർ ഇങ്ങനെ പറയും, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ കുഞ്ഞ് അവിടെ ജോലിക്ക് പോയത്, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാണ് എൻ്റെ കുഞ്ഞ് 1ാം റാങ്കിൽ പാസ്സായത്. എന്നിട്ട് വേണേൽ ടി വിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇവരുടെ തന്നെ കുറേ ആൾക്കാരെ സാക്ഷ്യം പറയാനായിട്ട് നിർത്തുകയും ചെയ്യും. അങ്ങനെ അതിലൂടെ നമ്മൾ പറയും, അവിടെ പോയാൽ മതി, നിനക്ക് നിൻ്റെ കടബാധ്യത അവിടെ പോയാൽ മാറ്റും എന്നെല്ലാം പറഞ്ഞ് അവിടെ നമ്മളെ വിടും. അവിടെ ചെന്ന് നമ്മുടെ വിലയേറിയ സമയവും നമ്മൾ അധ്വാനിച്ച് ഈ കടം എങ്ങനെയും വീട്ടേണ്ടതിന് പകരം അവിടെ ചെന്നിരുന്ന് അവിടെ ഉള്ള പൈസയോടെ കടം വാങ്ങിച്ച് അവിടെ അവർ പറയുന്ന നേർച്ചകളും നിയോഗങ്ങളും എല്ലാം ചെയ്തിട്ട് നമ്മളിങ്ങനെ പോകുമ്പം അവിടെ യഥാർത്ഥത്തിൽ ആ വ്യാജ ഏജൻസിയിലൂടെ നമുക്ക് വിദേശത്ത് പോകാൻ പറ്റാത്തതുപോലെ ഇങ്ങനെ കള്ള കരിസ്മാറ്റിക് പുസ്തകങ്ങളും വ്യാജമായ ധ്യാനകേന്ദ്രങ്ങളിലൂടെ അവിടെ ചെന്ന് നമുക്ക് സുഖരാജ്യത്തിൽ വിസ കിട്ടാത്ത പോലെ, സുഖരാജ്യത്തിൻ്റെ അനുഭവം നമുക്ക് കിട്ടാതെ എവരാൽ കബളിപ്പിക്കപ്പെടുന്ന പോലെ ജീവിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് അവരെ സൂക്ഷിച്ചുകൊള്ളുവാൻ പറയുകയാണ്. അതുകൊണ്ട്
നമ്മൾ ഇങ്ങനെ അനുഗ്രഹങ്ങൾ തേടിപ്പോകാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ ദൈവത്തിനോട് നമ്മൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്, കണ്ണീരിനെ മറികടക്കാത്ത ഒരു ദൈവം. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ കഴിയണം. അല്ലാതെ ഈ ആരെങ്കിലും പറയുന്നത് കേട്ട് അവിടെ പോയാൽ നിൻ്റെ കടബാധ്യത മാറും, അവിടെ പോയാൽ നിൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, അവിടെ ജോലി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകാതെ നമുക്ക് ഒരു ചട്ടവട്ടമുണ്ട്. തിയോളജിയും അല്ലെങ്കിൽ ദൈവശാസ്ത്രമൊക്കെയുള്ള ഒരു ചെയിൻ ഓഫ് കമാൻഡ് പോലെയുള്ള ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിലൂടെ പോകാൻ നമുക്ക് കഴിയണം. അല്ലാതെ ഒരു ദൈവശാസ്ത്രവുമില്ല, ഒരു പ്രിൻസിപ്പാളുമില്ല, ഒരു തത്വശാസ്ത്രവുമില്ല, നമുക്ക് ഒരു ക്രമീകരണമില്ലാത്ത ഒരു ആരാധനയിൽ ഒരു ക്രമീകരണമൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോകാതെ നമ്മൾ 2 വട്ടം ആലോചിക്കുക. ദൈവികമായ അനുഭവത്തിൽ വരാനായിട്ട്, ഉള്ളുരുകി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കാണിച്ചു തന്ന ഒരിടമുണ്ട്. അവിടേക്ക് പോകാൻ നമുക്ക് കഴിയണം. അല്ലാതെ കാണുന്ന എല്ലായിടത്തും പോയി അവിടെ പോയാൽ അത് കിട്ടും, അവിടെ പോയാൽ അങ്ങനെ പോകുമ്പോഴാണ് അതെല്ലാം കള്ളപ്രവാചകൻ. ഒരുപക്ഷെങ്കിൽ നമ്മൾ അറിയുന്നത് പിന്നെ അതാണ്, ഒരു പൂട്ടിക്കെട്ടുമ്പോഴാണ് അറിയുന്നത്. അല്ലെങ്കിൽ ആ വ്യാജ ഏജൻസിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പം, അല്ലെങ്കിൽ വ്യാജ ഏജൻസിയെ മൊത്തം നമ്മുടെ പണമെല്ലാം സ്വരൂപിച്ച് മുങ്ങുമ്പോഴാണ് അറിയുന്നത് പോലെ ഈ കള്ളപ്രവാചകന്മാർ അറിയുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. ഏറ്റവും ഒടുവിൽ കർത്താവിന് മുമ്പിൽ വരുമ്പോഴായിരിക്കും അറിയുന്നത്. അഥർവ്വം ഞാൻ നിന്നെ അയച്ചിട്ടില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിൻ്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമൊക്കെ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുവാണ്, ഞാൻ നിന്നെ അയച്ചിട്ടുമില്ല, നിന്നെ അറിഞ്ഞിട്ടില്ല. നീ നിൻ്റെ പള്ള വീർപ്പിക്കാൻ വേണ്ടി അവിടെ തട്ടിക്കൂട്ടിയ ധ്യാന കേന്ദ്രമായിരുന്നു. അതിവിടെ അംഗീകരിക്കുന്നില്ല. ഇവിടെ നിന്നുള്ള ഒരു അംഗീകാരവും ഇല്ലായിരുന്നു. കർത്താവിൻ്റെ അടുക്കിൽ നിന്ന് അവിടുന്ന് ഒരു അംഗീകാരമില്ലാതെ നീ പ്രവർത്തിക്കുമായിരുന്നു. നീ അനേകം സാധുക്കളായ വിശ്വാസികളെ നീ കബളിപ്പിക്കുമായിരുന്നു, അവരെ ചൂഷണം ചെയ്യുമായിരുന്നു. നിന്നെ ഞാൻ പുറത്ത് കളിയിരിക്കുന്നു. അധർമ്മം പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല, തീർത്ത് പറയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ പുറകെ പോയാൽ അവരുടെ അനുഭവമാണ് നമ്മളും കിട്ടുന്നത്. നമ്മളും ആ വ്യാജ ഏജൻസിയിലൂടെ വിദേശത്ത് പോകാൻ പറ്റാതെ, വിസ കിട്ടാതെ വിഷമിക്കുന്ന പോലെ ഇവരോടെ പോയാൽ യഥാർത്ഥ ദൈവത്തെ കാണുവാനും യഥാർത്ഥ ദൈവത്തിൻ്റെ അടുക്കിലെത്തുവാനും നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം തന്ന ആ വിവേചന ബുദ്ധി അനുസരിച്ച് നമ്മൾ എവിടെയാണ് പോയി പ്രാർത്ഥിക്കേണ്ടതെന്ന് ബോധ്യത്തോടെ ജീവിക്കുവാനും ദൈവികമായ ചിന്തകളിലൂടെ, ദൈവാനുഗ്രഹത്തോടെ സഹനങ്ങളൊക്കെ വരും. ആ സഹനങ്ങളെയൊക്കെ മറികടന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തിന് അറിയാൻ നിൻ്റെ സഹനങ്ങളും നിൻ്റെ പ്രയാസങ്ങളും. ആ ദൈവം നിന്നെ കരുതുന്നവനാണ്. ബോധ്യത്തോടെ ജീവിപ്പാൻ കഴിയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.